ഭ്രാന്തായ ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തിൻ്റെ രസം ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തിൻ്റെ രസം ദിക്റിനിടമില്ല മധുകൂറും നൊടിയില്ല ദിക്റിനിടമില്ല മധുകൂറും നൊടിയില്ല നിസ്കാരം നോമ്പറ്റ് സകാത്തും അടവില്ല ഭ്രാന്തായ ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തിൻ്റെ രസം ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തിൻ്റെ രസം ദിക്റിനിടമില്ല മധുകൂറും നൊടിയില്ല ദിക്റിനിടമില്ല മധുകൂറും നൊടിയില്ല നിക്കാരം നോമ്പറ്റ് സകാത്തും അടവില്ല നിക്കാരം നോമ്പറ്റ് സകാത്തും അടവില്ല ഭ്രാന്തായ ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തിൻ്റെ രസം സ്വന്തം ഇളം തെന്നലായത്തും വെയിലാന്റെ സുഗന്ധം ഇളം തെന്നലായത്തും വെയിലാന്റെ സുഗന്ധം ഈടവഴിയേ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തായ ഭ്രാന്തായ എന്ത് സുഖം സക്കറാത്തുൽ മൗത്തിൻ്റെ രസം
എന്ത് രസം ഇടമില്ല, മധുക്കൂറെന്നൊഴിയില്ല. പ്രണയിക്കുന്ന പ്രണയത്തിന്റെ ഭ്രാന്തിലായ ഒരുത്തനോട് ചെന്നിട്ട് ഈ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഓൾ ആലോചിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവൻ അവളുടെ ആലോചനയിൽ നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് വിട്ടുപോയിട്ട് വേണ്ടേ? ഏത് സമയവും ദിവ്യപ്രണയത്തിന്റെ ആനന്ദത്തിൽ നിൽക്കുന്ന ആളോട് പിന്നെ സ്മരണ എന്ന് വേറെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, ദിക്ർ എന്ന് പറയാൻ അവിടെ വേറെ ഒരിടമില്ലല്ലോ. സ്മരിക്കപ്പെടുന്നവനിൽ നിന്ന് അവൻ എപ്പോഴെങ്കിലും ഒന്ന് വിട്ടു നിന്നിട്ട് വേണ്ടേ? ഈ കഥയിലുണ്ടല്ലോ, ലൈലയെ കാണാൻ അങ്ങനെ ഭയങ്കര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആളുകൾ ചോദിക്കുന്നു, എന്തിനാണ് എനിക്ക് വേറെ എത്രങ്ങാനും പെണ്ണുങ്ങളുണ്ട്, എന്തിനായി ലൈലന്റെ അടുത്തുള്ളത്? ലൈലയുടെ ഭംഗി അറിയണമെങ്കിൽ എൻ്റെ കണ്ണിലൂടെ കാണണം എന്ന് മജ്നു പറയുന്നു. ഇവിടെ പ്രണയപ്പൊരുളായ റബ്ബിനെ അറിയണമെങ്കിൽ അറിഞ്ഞവരിൽ നിന്നൊന്ന് കേട്ടു നോക്കണം എന്ന് സൂഫികൾ പറയും. അല്ലാതെ ദൈവത്തെ കച്ചവടം ചെയ്യുന്ന മതക്കമ്പോളത്തിലെ ദൈവ കച്ചവടക്കാരിൽ നിന്ന് ദൈവത്തെ പറ്റി കേട്ടാൽ പേടിയേ ഉണ്ടാവും. അതുകൊണ്ടാണ് പഠിച്ചോനെ പേടി എന്ന് പറയുന്നത്. പേടിക്കേണ്ട ഒരു സാധനമല്ലല്ലോ, പ്രണയിക്കേണ്ട ഒന്നാകുന്നു. ഈ കാട്ടിലുള്ള ഒരു കൊള്ളി, ആ വിറക് കൊള്ളിന്റെ ആഗ്രഹം അങ്ങകലെ ദൂരെയുള്ള കൊട്ടാരത്തിൽ പോയി, കൊട്ടാരത്തിലാണ് ലൈലയുടെ കവിളത്ത് ഉമ്മ വെക്കണം എന്ന് ഒരു കൊള്ളിയുടെ ആഗ്രഹം. നിസ്സാരമായ ഒരു വിറക് കൊള്ളി. പക്ഷെ ആ കൊള്ളിയിൽ നിന്ന് കളയേണ്ടതിനെയൊക്കെ കളഞ്ഞ് ആ കൊള്ളി ഒരു ശില്പ ഭംഗിയിൽ ഒരു അറാക്കായി മാറി, പല്ല് തേക്കുന്ന അറാക്കായി മാറി. അതോടുകൂടിയിട്ട് പിന്നെ ആ കൊള്ളിയുടെ സ്ഥാനം ലൈലയുടെ കവിളും കടന്ന് ലൈലയുടെ ചുണ്ടിനകത്തേക്ക് കയറിയിരിക്കാൻ ആ അറാക്കിന് പറ്റി. നീ നിന്നിൽ നിന്ന് ആ ഞാനെന്ന അഹങ്കാരത്തിന്റെ ആ ബോധത്തെ മുഴുവൻ ചെത്തി മിനുക്കി ഒരു അറാക്ക് കണക്ക് ആയി നോക്കി. നിന്റെ സ്ഥാനം പ്രണയപ്പൊരുളായ റബ്ബിന്റെ മടിത്തട്ടിലായിരിക്കും എന്നാണ് പറയുന്നത്. അത്രമേൽ സുന്ദരമായ ഒരു കാവ്യ ഭാവനയാണ് അതിലുള്ളത്. മനുഷ്യന്മാർക്ക് ഈ ആരാധനാക്രമം നിക്കാരം, നോമ്പഞ്ച്, സക്കാത്തും അടവില്ല. എല്ലാവരുടെ ചുണ്ടിലുള്ള പാട്ടായതുകൊണ്ട് ഇനി അത് ചുണ്ടിൽ വരുമ്പോൾ കൽബിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞത്. നിസ്കാരം നോമ്പൊന്നും വേണ്ട എന്നുള്ള മാതിരിയല്ല. കാരണം ആൾക്കാർക്ക് ഇതൊക്കെ ഒരു അടവാണ്. അടവിന് രണ്ടർത്ഥം. ഒന്ന് ഇൻസ്റ്റാൾമെന്റ്, ഞാനിങ്ങനെ അവിടെ കൊണ്ടുപോയി ഒരു കൂട്ടി വെച്ചാൽ എനിക്ക് എന്തോ തരും. നമ്മുടെ ആരാധന അങ്ങനെ ദാഹിച്ചിരിക്കുന്ന ഒരു ആരാധന കൊതിയനായ ഒരു പഠിച്ചോനെങ്ങനെ വിചാരിച്ചു. മറ്റൊന്ന് അടവ് എന്ന് പറഞ്ഞ വിളവിന്റെ കൂടെ ഒരു വാക്കും കൂടി പറയാറുണ്ട്. ഞാനത് അത്ര കണ്ട് പറയുന്നില്ല. ആൾക്കാർക്ക് ഒരു വിളവ് ആണ് ഈ ആരാധന എന്ന് പറയുന്നത്. അതിനെ വിട്ടിട്ട് അതിനെയൊക്കെ ഒരു പ്രണയ ചേഷ്ടയാക്കി നോക്ക്. ആ സുന്ദരമായ ഭ്രാന്തി നീ ആയി നോക്ക്, അറാക്കായി നോക്ക്. അറാക്ക് എന്ന് പറഞ്ഞ അറബിയില് ഞാൻ നിന്നെ കാണുന്നു കൂടി അർത്ഥം.
രസം ഭ്രാന്തായാലെന്ത് സുഖം സക്രാത്തുൽ മൗത്ത് രസം ദിക്റിനിടമില്ല മദ്കൂറും മൊഴിയില്ല ദിക്റിനിടമില്ല മദ്കൂറും മൊഴിയില്ല നിക്കാരം നോമ്പച്ച് സകാത്തും അടവില്ല നിക്കാരം നോമ്പച്ച് സകാത്തും അടവില്ല ഭ്രാന്തായ എന്ത് സുഖം സക്രാത്തുൽ മൗത്ത് രസം സക്രാത്തുൽ മൗത്ത്